ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരുണിനോടുള്ള പ്രണയം രാധിക തുറന്നു പറഞ്ഞിരിക്കുകയാണ്. താലി കിട്ടിയ നിമിഷം മുതൽ വരുണിനെ ഭർത്താവായി മാത്രമേ കണ്ടിട്ടുള്ളെന്നും ഒരിക്കലും വേറൊരു പുരുഷൻ തന്റെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും വരില്ലെന്നും ഉറപ്പിച്ചു പറയുകയാണ് രാധിക. ഇത് കേൾക്കുന്ന വരുണിന് സന്തോഷമാകുന്നു. അങ്ങനെ വരുൺ രാധികയെ ചേർത്ത് പിടിക്കുകയാണ്. എല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രിയങ്കയും കാണിക്കുന്നുണ്ട്. തുടർന്ന് വരുൺ രാധികയും കൂട്ടിക്കൊണ്ട് നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് പോവുകയാണ്. ആദ്യം കാറിൽ നിന്നും വരുൺ ഇറങ്ങുന്നത് കാണുമ്പോൾ യശോദ സന്തോഷത്തോടെ നിൽക്കുന്നു. തുടർന്ന് വരുൺ രാധികയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുന്ന കാണുമ്പോൾ യശോദ ഞെട്ടലോടെ നിൽക്കുകയാണ്. രാധികയും കൊണ്ട് അകത്തേക്ക് കയറുന്ന വരുൺ സുകുമാരിയമ്മയെ പുറത്തേക്ക് വിളിക്കുകയാണ്. സുകുമാരിയമ്മ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് വരുൺ രാധികയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതാണ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ അതിനു വേണ്ടിയാ വന്നതെന്ന് വരുൺ പറയുമ്പോൾ, ഈ താലി കിട്ടിയ നിന്റെ ഭാര്യയില്ലാതെ നീ എന്തിനാ ഇവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന വരുൺ രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ, അത് ഈ നിൽക്കുന്ന രാധിക തന്നെയാണ്. ഇത് കേൾക്കുന്ന മുത്തശ്ശി ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് രാധിക പൂജാമുറിയിലേക്ക് ഓടിപ്പോവുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് എത്തുന്ന പ്രിയങ്ക ത്തോടെ പൂജാമുറിയിലേക്ക് ചെല്ലുന്നു. രാധികയുടെ കഴുത്തിൽ പിടിമുറുക്കുകയാണ് പ്രിയങ്ക. തുടർന്ന് രാധികയെ പൊതിരെ തല്ലിക്കൊണ്ട് പ്രിയങ്ക പറയുകയാണ്, ഇത്രയും നാളും നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. ഇത് കേൾക്കുന്ന രാധിക പ്രിയങ്കയെ തള്ളിമാറ്റിക്കൊണ്ട് പറയുകയാണ്, നീ വരുണിനെ കാണുന്നതിന് മുമ്പ് തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടവളാണ് ഈ ഞാൻ. എന്റെ ജീവിതത്തിലേക്ക് വരുൺ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. വരുൺ എന്നെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ആലോചനയുമായി ഇങ്ങോട്ടേക്ക് വീട്ടുകാരെ വിട്ടതും. എന്നാൽ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടതായിരുന്നു എന്നൊക്കെ രാധിക പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രിയങ്ക. തുടർന്ന് യശോദ പറയുകയാണ്, ഞാനിപ്പോ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇപ്പോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ആരൊക്കെ ബാക്കിയുണ്ടാകും ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനിയും ഇവളുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കൊണ്ടാകില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും ശരിയായ തീരുമാനം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുണിന്റെ കയ്യിലേക്ക് രാധികയുടെ കൈകൾ ചേർത്ത് വെക്കുകയാണ് യശോദ. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുകുമാരി അമ്മയും പ്രിയങ്കയും. ഇനിയുള്ള പ്രിയങ്കയുടെയും രാധികയുടെയും ജീവിതം എങ്ങനെയായി തീരുമെന്ന് വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.